എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വരും ആഴ്ചയിലേക്ക് അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഉയരാൻ സാധ്യതയുള്ള രണ്ട് ഷെയർസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ചാർട്ട് പാറ്റേൺ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഇതിനെ ഒരു വിശകലനം നടത്തുന്നത്. അതായത് ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് ഫണ്ടമെൻ്റൽ സൈഡിലേക്ക് നമ്മൾ ഒരിക്കലും പോകുന്നില്ല. അപ്പോൾ ഒരു ചാർട്ടിലേക്ക് ചില പ്രത്യേക ക്രൈറ്റീരിയകൾ ഒത്തുവന്നാൽ ഒരു ഷെയർ എങ്ങനെ മുകളിലേക്ക് പോകും എന്നതിനെക്കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയി മാത്രം ഇതിനെ കാണുക. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് പ്രത്യേകം ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മളെ ആദ്യത്തെ ഷെയറാണ് ഇൻട്രാസോഫ്റ്റ് ടെക്നോളജി, അതായത് ISFT. ഇതിൻ്റെ കോഡാണ് ISFT. ഇൻട്രാസോഫ്റ്റ് ടെക്നോളജി 169 രൂപയുടെ കറൻറ്റ് മാർക്കറ്റ് റേറ്റ്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്നത് ISFTയുടെ ഒരു ഇൻട്രാഡേ ചാർട്ട് വ്യൂ ആണ്. ഈ ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു. ആ സോണാണ് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തത് വിത്ത് വോളിയത്തോടുകൂടി. കണ്ടോ, ഇവിടെ നല്ല വോളിയത്തോടുകൂടി ആ സോൺ ബ്രേക്ക് ഔട്ട് ചെയ്ത്. കണ്ടോ, ഇവിടെ 1, 2, 3 ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്ത് അതിനുശേഷം ആ റെസിസ്റ്റൻസ് സോൺ, അതായത് ഈ റെസിസ്റ്റൻസ് സോൺ ഇവിടുത്തെ മുന്നേ ഇത് ഒരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. ഈ 156 എന്ന് പറയുന്ന റേഞ്ചാണിത്, 156 റേഞ്ച്. ഈ ഭാഗത്ത് ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നത്. ഇവിടെ ബ്രേക്ക് ഔട്ടിന് ശേഷം ഇവിടെ അതൊരു സപ്പോർട്ട് സോണായിട്ട് മാറി. കാരണം വലിയ ലോങ് ലെഗ്ഡ് കാൻഡിൽസ് വന്നിട്ട് സപ്പോർട്ടായിട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ അതുകൂടാതെ നമ്മൾ ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ നോക്കുമ്പോൾ ഈ ഭാഗത്ത് കണ്ട നല്ല വോളിയം ഉണ്ട്. ഇവിടെ ഒന്നും അത്രയ്ക്ക് വോളിയം ഇല്ല. ഇവിടെ വോളിയം ഉള്ളതുകൊണ്ട് ഈ കയറ്റം നല്ലൊരു കയറ്റമായിട്ട് അവിടെ നിൽക്കുകയാണിത്. അപ്പോൾ നമുക്കൊരു എൻട്രി പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഏരിയ ഓഫ് റെസിസ്റ്റൻസ് ഇവിടെ ഒരു ഏരിയ ഓഫ് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ബോക്സ് ടൈപ്പിൽ ഇവിടെ ട്രേഡ് ചെയ്ത് കണ്ട ഇത് നേരെ. അപ്പോൾ ഈ ഏരിയ ഓഫ് റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്തിട്ട് വലിയൊരു ക്യാൻഡിൽ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബൈ എൻട്രി ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കറക്റ്റ് സ്റ്റോപ്പ് ലോസ് ഈ ഏരിയ 156 ആണ്. ഇതിൻ്റെ ഇപ്പോൾ കറൻറ്റ് സപ്പോർട്ട് റേറ്റ് പറയുന്നത് 156 ആണ്. അപ്പോൾ ഈ 156 ആണ് നമ്മളൊരു SL ഇടേണ്ട പോയിന്റ്. അപ്പോൾ ഇതിന് മുകളിൽ ക്ലോസിങ് വന്നാൽ മാത്രമേ നമുക്കൊരു ബൈ എൻട്രി ഉള്ളൂ. ഈ റേഞ്ച് പറയുന്നത് 156 ആണ്. അപ്പോൾ ഈ 156 ഇവിടെ സപ്പോർട്ട് ഉള്ളത്. അതായത് ഈ ഏരിയ ഇവിടെ നമുക്കൊരു ലൈൻ വരച്ച് നോക്കാം. ഇവിടെ ഇതിന് മുകളിലൊരു ക്ലോസിങ് കിട്ടിയാൽ, അതായത് അത് ഒരു 185 റേഞ്ചാണ്. ഈ 185 മുകളിലൊരു നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമുക്കൊരു ബൈ എൻട്രി. അപ്പോൾ നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. ഇവിടെ കൃത്യമായ സ്റ്റോപ്പ് ലോസും നമ്മൾ പാലിക്കേണ്ടതാണ്. അതായത് അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന റിസ്ക് 30 രൂപ നമ്മൾ റിസ്ക് എടുക്കുന്നത്. കാരണം 156 നമ്മളെ നല്ല സപ്പോർട്ട് ഏരിയയാണ്. അവിടെയാണ് നമ്മൾ SL വെക്കേണ്ടത്. 185 നമ്മളെ എൻട്രി. ഇതിന് മുകളിൽ ക്ലോസ് ആയാൽ മാത്രമേ എൻട്രി ഉള്ളൂ. ഇതിന് മുകളിൽ ക്ലോസ് ആയാൽ മാത്രമേ എൻട്രി. അപ്പോൾ ഇതൊരു 30 രൂപ റിസ്കിൽ നമ്മൾ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഒരു ഇൻട്രാഡേ ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തു. ഇവിടെ വോളിയം ഉണ്ട്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയുമാണ്. ഇനി നമുക്കൊരു വീക്കിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ വീക്കിലി ചാർട്ടിൽ കാണാനുള്ള വസ്തുത. നമുക്ക് ഈ 2 ലൈൻസ് നമ്മൾ താഴെ വരച്ച ഈ 2 ലൈൻസ്, ഈ താഴെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് നമ്മൾ ഇൻട്രാഡേ നോക്കിയിട്ട്. അതുകൂടാതെ മുകളിലും നമ്മൾ ഒരു ലൈൻ വരച്ചു. ഈ 2 ലൈൻസും നമുക്കൊന്ന് നീട്ടി ബാക്കിലേക്ക് ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ ബാക്കിലേക്ക് വരച്ചു. ഇത് മുകളിൽ ഉള്ള ലൈൻസും വരച്ചു. ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, വ്യക്തമായിട്ട് എന്തൊക്കെ സാധിക്കും കാണാനായിട്ട്. ഇവിടെ നമ്മൾ നേരത്തെ നോക്കിയ ഒരു റെസിസ്റ്റൻസ് സോൺ ഓഫ് റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തു. അതുകൂടാതെ ഇവിടെ ഈ ഭാഗത്ത് അതൊരു
റെസിസ്റ്റൻസ് ആയിരുന്നു, അത് കയറിപ്പോയി. അതുകൂടാതെ ഈ സോൺ, ഈ ലൈൻ നമ്മൾ ഈ 156 പറഞ്ഞത് ഇവിടെ കണ്ട, ഇവിടെ സപ്പോർട്ടായിരുന്നു മാറി. ഇവിടെ അത് റെസിസ്റ്റൻസ്, ഈ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് ഇവിടെ വലിയൊരു ക്യാൻഡിലോട് കയറിപ്പോയി. അതുകൂടാതെ ഇവിടെ ഒരു പ്രാവശ്യം ടച്ച് ചെയ്തു, വീണ്ടും മുകളിലേക്ക് പോയി, ഇവിടെ വീണ്ടും ടച്ച് ചെയ്തു, മുകളിലേക്ക് ഈ ലൈൻ വരെ പോയി. അപ്പോൾ ഇവിടെ 2 പ്രാവശ്യം ഇത് ഈ ലൈൻ സപ്പോർട്ടായിട്ട് മാറി. മൂന്നാമത്തെ ഒരു കൺസോളിഡേഷൻ, ആ ഏരിയയിൽ ഒരു കൺസോളിഡേഷൻ നിന്നു, നേരെ ഫാളോ ചെയ്തു, വീണ്ടും ഈ ഏരിയയിൽ തന്നെ ടച്ച് ചെയ്തു. കണ്ട, കുറച്ച് പ്രാവശ്യം ഇവിടെ ടച്ച് ചെയ്തു. അതുപോലെ നമ്മൾ മുകളിലത്തെ ലൈനും നമ്മൾ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. കേട്ടോ, ഇവിടെ ഒരു 3 ക്യാൻഡിൽ, അതായത് 3 ആഴ്ചയോളം ഇവിടെ അത് ടച്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെയും അത് റെസിസ്റ്റൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ 185 എന്ന ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിലൊരു എൻട്രി പൊസിഷൻ ഉള്ളൂ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയേ നിവൃത്തിയുള്ളൂ. ഇവിടെയൊക്കെ നമ്മൾ ട്രേഡ് ചെയ്താലും അടുത്ത ദിവസം ട്രേഡ് ചെയ്താൽ നമുക്ക് നോക്കിയിരിക്കുക എന്നതാണ് ഇതിൽ അഭികാമ്യം. അവിടെ ഒന്നും നമുക്കൊരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇവിടെ കറക്റ്റ് എൻട്രി നമുക്ക് ഇവിടെയുള്ളത്, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു SL വെച്ചിട്ട് ഇതിലൊരു ബൈ എൻട്രി നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതാണ് കാണുന്നത്, ഇൻട്രാഡേ ചാർട്ടും നമ്മൾ വീക്കിലി ചാർട്ട് വെച്ച് നോക്കുമ്പോഴും. അപ്പോൾ ഇത്രയും ഡീറ്റെയിലാണ് ISFTയിൽ നമുക്ക് കാണാൻ പറ്റുന്ന വസ്തുത. ഇനി നമുക്ക് അടുത്ത ഷെയറിൻ്റെ ഡീറ്റെയിലിൽ പോവാം. നമ്മുടെ അടുത്ത ഷെയറാണ് കെൽട്ടോൺ ടെക് സൊല്യൂഷൻ ലിമിറ്റഡ്. 108 രൂപയുടെ അതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് റേറ്റ്. കെൽട്ടോൺ ടെക് സൊല്യൂഷൻ ലിമിറ്റഡ്. നമുക്ക് അതിൻ്റെ ചാർട്ടിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് കെൽട്ടോൺ ടെക് സൊല്യൂഷൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ട്. ഈ ഇൻട്രാഡേ ചാർട്ടിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് തന്നെ വ്യക്തമായിട്ട് കാണിച്ചല്ലോ, മേജർ റെസിസ്റ്റൻസ് ഏരിയയാണ് ഈ പറയുന്ന ഏരിയ, അതായത് ഒരു 113 റേഞ്ച്. ഈ 113 റേഞ്ച്, ഈ 113 റേഞ്ചിന് മുകളിൽ ഒരു ക്ലോസിങ് നമുക്കൊരു വലിയൊരു ഗ്രീൻ കാൻഡിൽ കിട്ടിയാൽ ആണ് നമുക്ക് ഇവിടെ ഒരു ബൈ എൻട്രി ഉള്ളൂ. അതുവരെ നമുക്കൊരു നാരോ റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. കണ്ടോ, ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു. അത് വിത്ത് വലിയ ഒരു ക്യാൻഡിൽ, വോളിയത്തോടുകൂടിയുള്ള വലിയ ഗ്രീൻ ക്യാൻഡിലോട് കയറിപ്പോയി. അതിനുശേഷം ആ സോൺ, അതായത് ഇവിടുത്തെ ഈ സോൺ ഇവിടെ സപ്പോർട്ടായിട്ട് മാറി. അതായത് ഇതൊരു 95 റേഞ്ചാണിത്. ഇതിനുള്ളിൽ ഇപ്പോൾ ഇതിന് 113 റേഞ്ചിനും 97-95 റേഞ്ചിനുമാണ് ഉള്ളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലസ് ഇവിടുത്തെ ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ നല്ല വോളിയം ഉണ്ട്, ഈ ഭാഗത്ത് നല്ല വോളിയം ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂവിൽ പോയി നോക്കാം, എന്താണ് വീക്കിലി ചാർട്ട് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഒരു വീക്കിലി ചാർട്ട് വ്യൂ. അപ്പോൾ വീക്കിലി ചാർട്ട് വ്യൂവിൽ നോക്കിയാലും നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആണ് ഉള്ളത്, ഏകദേശം 113-114 റേഞ്ചിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആ റേഞ്ച് തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്ന വസ്തുത. ഈ ഏരിയ, ഈ ഏരിയ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അപ്സൈഡ് കാണാനായിട്ട് സാധിക്കും. വീക്കിലി നമ്മൾ നേരത്തെ പറഞ്ഞ ആ സോൺ 97-95 നമുക്ക് വീണ്ടും ഒരു വര വരച്ചു കൊടുക്കാം. അവിടെ ഇവിടുത്തെ സപ്പോർട്ട് ഇതാണ് 97-95 എന്ന് പറഞ്ഞാൽ ആ ഏരിയ. അപ്പോൾ ഈ ലൈനിനെ നമുക്ക് ഒന്നും കൂടി ബാക്കിലേക്ക് ഒന്ന് നീട്ടിയാൽ നമുക്ക് വീണ്ടും ഇവിടെ കാണാം. ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു അത്, അതായത് ഇവിടം വരെ കയറി, ഇവിടം വരെ പോയി, അതുകൊണ്ട് നേരെ താഴെ വന്നു, ഇവിടെ വന്നു, വീണ്ടും താഴ്ന്നിട്ട് ഇവിടെ വരെ വന്നു, കയറിപ്പോയി ഒരു നാരോ റേഞ്ചിൽ തന്നെ ട്രേഡ് ചെയ്തിടും. അപ്പോൾ ഈ 2 ഏരിയ, ഈ 97-95 എന്ന് പറയുന്ന ഈ ഏരിയയും ഈ 113 എന്ന് പറയുന്ന ഈ ഏരിയയും നമ്മൾ മറക്കാതെ കുറിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മളെ വാച്ച് ലിസ്റ്റിൽ ഇടുക ഈ ഷെയർ. അപ്പോൾ ഈ 2 ഏരിയയുടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഏരിയ. അപ്പോൾ ഇതിന് മുകളിലൊരു ക്ലോസിങ് നടക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ഒരു 130 മുകളിൽ പ്രതീക്ഷിക്ക് ഒരു വകയുണ്ട്. ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ഇതിന് മുകളിൽ ഒരു ക്ലോസിങ് നടക്കുകയാണെങ്കിൽ നമുക്കൊരു ഇമ്മീഡിയറ്റ് ഒരു 130 വരെ പെട്ടെന്നുള്ള കയറ്റത്തിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ മെയിൻ സപ്പോർട്ട് സോൺ, അതായത് 97-95. അപ്പോൾ ഇവിടെ ഏകദേശം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 16 രൂപയുടെ റിസ്ക്കാണ് നമുക്ക് ഇവിടെ വരുന്നത്. അത്ര റിസ്ക് എടുത്താൽ മതി ഇതിൽ. ബാക്കി താഴേക്ക് വരുമ്പോൾ വീണ്ടും താഴേക്ക് വരുമ്പോൾ ഇവിടെയാണോ അടുത്ത സപ്പോർട്ട് കാണുന്നത്, അത് 80. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു വലിയൊരു റേഞ്ച് ഓഫ്
സ്റ്റോപ്പ് ലോസാണ് നമ്മൾ വെക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അത്രയും നമ്മൾ വെക്കേണ്ടതായിട്ടില്ല. ഏകദേശം ഈ റേഞ്ച് തന്നെ നമ്മൾ ഉള്ള സപ്പോർട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് കെൽട്രോൺ ടെക് എന്ന് പറയുന്ന ഷെയറിൻ്റെ ഒരു ഡീറ്റെയിൽ. നമ്മൾ ഇൻട്രാഡേയും നോക്കി, വീക്കിലും നോക്കി. അപ്പോൾ ഈ 2 ഷെയർസാണ് വരും ദിവസങ്ങളിൽ ഒരു അപ്സൈഡിലേക്ക് പോകാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നത് ആസ് പെർ ദ ചാർട്ട് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കാം ഈ ചാർട്ട് വീണ്ടും മുകളിലേക്ക് പോകുമെന്നുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.